നമസ്കാരം. കുറച്ച് സമയം 5 മിനിറ്റ് ഞാൻ സംസാരിക്കാം. ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മാത്രം. ഇന്റർനാഷണൽ മദർ ഡേ എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്, അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഓരോ ദിവസവും അമ്മയെ ഓർമ്മിക്കാനില്ല. എപ്പോഴും നമ്മൾ അമ്മയെ ഓർമ്മിക്കാത്തത്? അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് 1904 ഈ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ തുടങ്ങിയതിലെ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ആന്റിയോടൊന്ന് ചോദിച്ചു നോക്കി ഇതൊക്കെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഗിൾ ഏതോ അമേരിക്കക്കാരിയുടെ പേരൊക്കെ പറഞ്ഞു. ഇവരുടെ ഓർമ്മയ്ക്കാണ് ഇത് നടത്തുന്നത്. അവരുടെ അമ്മയുണ്ടായിരുന്നു, മകളെ നല്ല രീതിയിലൊക്കെ വളർത്തി, മരിക്കാൻ നേരത്തെ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു, എല്ലാ അമ്മമാരുടെയും ത്യാഗത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണം. 1905 അമ്മ മരിച്ചു. അപ്പൊ ഈ മകള് എങ്ങനെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആചരണം തുടങ്ങി എന്നാണ് ഗൂഗിൾ പറയുന്നത്. പിന്നെ അവർ തന്നെ അത് നിർത്തി. കാരണം ഈ ആചരണം തുടങ്ങിയപ്പോൾ പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്ന കമ്പനി, ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി, അവരൊക്കെ തന്നെ മുതലാക്കാൻ തുടങ്ങി. മദേഴ്സ് ഡേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി വിൽക്കുക, അവരതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞിട്ടൊന്നും വേണ്ടാവും. പക്ഷെ ഇപ്പൊ പിന്നെ അത് പലരും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പൊ ഇതൊരു വിൽപ്പനയ്ക്കുള്ള അവസരമായിട്ട് മാറരുത്. തുടങ്ങിയ ആളുടെ ഉദ്ദേശശുദ്ധി അമ്മമാരെ നല്ല രീതിയിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് 1904 തുടങ്ങിയതൊന്നുമല്ല. യജുർവേദത്തിലെ തൈത്തിക ഉപനിഷത്ത് നമ്മളിവിടെ പഠിക്കുന്നതാണ്. മാതൃദേവോ ഭവ എന്ന് നമുക്ക് പറഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ ദൈവങ്ങളെ പോലെ ആദരിക്കണം എന്നുള്ളത് ഇത് കേട്ട് വളർന്നവരാണ് നമ്മൾ. ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോഴേ അങ്ങനെയാണ്. ഒക്കെ അമ്മമാരാണ്. ഭൂമിദേവിയത് അമ്മയായിട്ട് കണ്ട് നമസ്കരിച്ചുകൊണ്ടാണ് എണീക്കുന്നത്. നമുക്ക് പ്രകൃതി മാതാവാണ്, രാജ്യം മാതാവാണ്, എല്ലാം മാതാവാണ്. മാതാവല്ലാതെ ഒന്നുമില്ല. അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഭഗവത്ഗീത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊന്ന് പറയണല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ആലോചിച്ചത് ഭഗവത്ഗീതയും അമ്മയും കൂടി എന്താണ് ബന്ധം. അപ്പൊ അവിടെ ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തില് അമ്പത്വാം അനുസന്ധതാമി ഭഗവത്ഗീതയെ ഭവദ്വേഷിണി, ഭവദ്വേഷിണി, സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്ന അമ്മ, അതാണ് ഭഗവത്ഗീത. ആ അമ്മ ആണ് നമ്മളിങ്ങനെ കൈ പിടിച്ച് അമ്മയുടെ പിന്നാലെ നടന്നോളാൻ പറഞ്ഞു. വേറെ ഒന്നും ചെയ്യണ്ട, പിടുത്തം വിടാതിരിക്കുക. അപ്പൊ ഞാൻ ശരിയാണ്, ഇവിടെ ഗീതാ ക്ലാസ്സായിട്ട് ഒരു ബന്ധമുണ്ട്, എന്നാ പിന്നെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് ശരിക്കുള്ള മാതാവ് ആരാണ് എന്നൊരു ചോദ്യം മനസ്സിലായത്. ശരിക്കുള്ള മാതാവ്